അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എടാ ഇനി ചിക്കന്റെ പൈസ 10 അല്ലേ ബാക്കിയുള്ളത്? 10. ചോറ് ഇറച്ചിയൊക്കെ തേഞ്ഞില്ലേ? തേഞ്ഞില്ലാന്നല്ല, കണ്ടമാനം സാധനം ബാക്കിയായി. ഞാൻ പ്രതീക്ഷിച്ചവരൊന്നും വന്നില്ല. എന്നിട്ടിപ്പോ എന്തേ ചെയ്തു? ഇപ്പൊ എല്ലാം കൂടി കൊറേയൊക്കെ വന്നവർക്കും അയൽവാസികൾക്കും ഒക്കെ കൊടുത്ത്, എന്നിട്ടും കൊറേ ബാക്കിയാണ്. നിങ്ങൾ ഷെഫീഖിനോട് കല്യാണം പറഞ്ഞിട്ടില്ലല്ലേ? ഓൻ അന്ന് രാവിലെ ചിക്കൻ മേടിച്ചാൽ വന്നില്ലല്ലോ കടയിക്ക്. തന്നെടാ. എന്നിട്ട് ഓൻ എന്തേ പറഞ്ഞേ? ഓൻ പറഞ്ഞെന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞില്ലാന്നും പറഞ്ഞിട്ടില്ല. അവിടെയും ഇവിടെയൊക്കെ തൊടാത്തൊരു വർത്താനം. അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. എടാ എനിക്ക് കേക്കണ, കല്യാണത്തിൽ ശരിക്കും പങ്കെടുത്തത് ഓനാണ്. അതെങ്ങനെ? ഞാൻ ഓനോട് പറഞ്ഞിട്ടില്ലെങ്കിലോ സ്വർണത്തിന്റെ ഓരോരോ പവന്റെ 3 കോയിൻസ് അവൻ എനിക്ക് കൊടുത്തയച്ച്. ഞാൻ വിചാരിച്ച ഒരു മഹാന്മാരും വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരെ ചേർത്ത് നിർത്തണം, ആരെ മാറ്റി നിർത്തണം എന്നുള്ളത്? ഇനി ഞാൻ ഓന്റെ മുഖത്ത് എങ്ങനെ നോക്കടാ? നിങ്ങൾ എവിടേക്ക് നോക്കിയാലും വേണ്ടില്ല, നിങ്ങൾ കാര്യമായിട്ട് ഓനോട് ക്ഷമ ചോദിക്കാൻ തന്നെ വേണം. ഞാനും അതേനട വിചാരിച്ചണം. ഞാൻ എനിക്ക് പൈസ തന്നിട്ട് വേണം അവനെ നേരിട്ട് പോയി കാണാനെന്ന് വിചാരിച്ചിറങ്ങിയതാ. എന്നാ അതന്നെ നല്ലത്. നമ്മൾ പോവല്ലേ? എന്നാ പോവാ. ഇല്ല, ഉച്ചയ്ക്ക് ശേഷം വണ്ടി റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവര് കേട്ടോ. ഞാൻ അത് വരണ. ഷഫീഖ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.